അതൊന്നും താൻ പറയാൻ പോലെ അല്ല. എന്നാലും നടേശ സാറേ, ഇട അതിനൊക്കെ ഒരു രീതികളൊക്കെ ഇല്ലേ? നിങ്ങൾ നിൽക്കേ, ഞാൻ ഇപ്പോൾ വരാം. അല്ല, ആരിത്? സാറിനെന്നെ മനസ്സിലായില്ലേ? ഞാൻ ദേവിക, മനോഹരന്റെ മരുമകള്. അയ്യോ, എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ വെച്ച്? നിന്നെ ഞാൻ മറക്കൂ? അഥവാ ഞാൻ മറന്നാലും എൻ്റെ മോള് നിന്നെ മറക്കൂ. നിന്നോടുള്ള അടുപ്പം കൊണ്ടല്ലേ മനോഹരനെ ഞാനൊന്ന് സൽക്കരിച്ച് വിട്ടത്. കൂടെ അവരും ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സാ. ആ സൽക്കാരത്തിനുള്ള മറുപടി ഞാൻ കാര്യമായിട്ട് തരുന്നുണ്ട്. അതിനെന്താ, നമുക്ക് കൊണ്ടും കൊടുത്തും ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം. പക്ഷേ അതിനിടയിൽ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് ഒരു കരടായി നീ കടന്നു വന്നാൽ തീർത്തു കളയും ഞാൻ. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ ഒന്നാകെ. എടോ, റിട്ടയർഡ് ഡിവൈഎസ്പി നടേശൻ സാറേ, പണ്ടെങ്ങോ കാക്കിയിട്ടുന്ന് കരുതി ആ അധികാരത്തിന്റെ ഹുങ്കും കൊണ്ട് ദേവിക്ക് നേരെ വന്നേക്കരുത്. മുന്നും പിന്നും നോക്കാനില്ല എനിക്ക്. എനിക്ക് നൊന്താ അത് ഞാൻ ചിലപ്പോ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ ഇനി ഒരിക്കൽ കൂടി എന്നെ തോൽപ്പിക്കാൻ എന്റെ അച്ഛനെ കരുവാക്കിയ അത് ഞാൻ ക്ഷമിക്കില്ല. ഏത് പെൻഷൻ പറ്റിയ പോലീസുകാരനായാലും. ഈ വിളിയൊക്കെ കണ്ടവരുടെ വീട്ടിൽ പോയി അട്ടിപ്പേര് കിടക്കുന്ന മോളെ വിളിച്ചാ മതി.